ശബരിമല ക്ഷേത്രത്തിലെ കൊടിമരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ ഭക്തലോകത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതാണ്. ഭക്തിയുടെയും ആചാരങ്ങളുടെയും മറവിൽ 2011 മുതൽ നടന്നു വന്ന അതീവ ഗൗരവകരമായ ആസൂത്രണങ്ങളും അഴിമതിയുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അയ്യപ്പ ഭക്തർ കാണിക്കയായി നൽകിയ സ്വർണത്തിലും പണത്തിലും കണ്ണുവെച്ച് ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളും ചേർന്ന് മെനഞ്ഞെടുത്ത ഒരു കള്ളക്കഥയുടെ ചുരുളുകളാണ് ഇപ്പോൾ ഓരോന്നായി അഴിയുന്നത്. ശബരിമല കൊടിമരം മാറ്റണമെന്ന ആവശ്യം പെട്ടെന്നുണ്ടായ ഒന്നല്ല, അതിനെ കൃത്രിമമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. 2011 ഇതിന്റെ ആദ്യ അധ്യായം തുടങ്ങുന്നത്. അന്ന് ക്ഷേത്രത്തിലെ തന്ത്രിയോ ദേവസ്വം ബോർഡോ അറിയാതെ കൊടിമരത്തിൽ ആരോ പെയിന്റ് അടിച്ചു. കൊടിമരത്തിന്റെ സ്വാഭാവികമായ ലോഹത്തിളക്കം നശിപ്പിക്കാനും അത് കേടായെന്ന് വരുത്തി തീർക്കാനുമായിരുന്നു ഈ നീക്കം. പെയിന്റിലെ രാസവസ്തുക്കൾ കൊടിമരത്തെ ബാധിക്കുമെന്നും അത് മാറ്റേണ്ടി വരുമെന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു ഈ പ്രവൃത്തി. അന്ന് ദേവസ്വം വിജിലൻസ് ഈ പെയിന്റടിയെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയെങ്കിലും അന്നത്തെ അധികാര കേന്ദ്രങ്ങൾ അത് ചവറ്റുകുട്ടയിലെറിഞ്ഞു. ഒരു അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടും അന്വേഷണം നടത്താതെ അത് മൂടിവെച്ചത് ഉന്നത തലത്തിലുള്ള ഗൂഢാലോചനയുടെ തെളിവാണ്. ഇടതുപക്ഷ ഭരണസമിതിയുടെ കീഴിൽ അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്താണ് സംഭവങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നത്. അദ്ദേഹത്തിന്റെ അതിവിശ്വസ്തനായിരുന്ന ഐമനം രാജനായിരുന്നു അന്ന് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ശബരിമലയിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ രാജന് വലിയ പങ്കുണ്ടായിരുന്നു. തന്റെ ഔദ്യോഗിക കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപ് ബോർഡിനെ പോലും അറിയിക്കാതെ ശബരിമലയിലെ ഒരു രഹസ്യ ദേവപ്രശ്നം രാജൻ സംഘടിപ്പിച്ചു. സാധാരണഗതിയിൽ ദേവസ്വം ബോർഡിന്റെ അംഗീകാരത്തോടെ വലിയ പ്രചാരണത്തോടെ നടക്കേണ്ട ദേവപ്രശ്നം ഇത്തരത്തിൽ രഹസ്യമായി നടത്തിയത് വലിയ വിവാദമായി. തന്റെ പദവിയിൽ 1 വർഷം കൂടി തുടരാനുള്ള പഴുതുകൾ കണ്ടെത്താനാണ് രാജൻ ഇത് ചെയ്തതെന്നായിരുന്നു അന്നത്തെ ആരോപണം. ഈ ദേവപ്രശ്നം വിവാദമായതോടെ ഐമനം രാജൻ സസ്പെൻഷനിലായി. എന്നാൽ കൊടിമരം മാറ്റാനുള്ള തറക്കൽ അന്ന് തന്നെ അവിടെ പാകപ്പെട്ടിരുന്നു. 2016 ദേവസ്വം ചീഫ് എഞ്ചിനീയർ കൊടിമരം മാറ്റുന്നത് സംബന്ധിച്ച് 3.20 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. കൊടിമരത്തിന്റെ അടിഭാഗം ദ്രവിച്ചുവെന്നും അതിനാൽ അത് മാറ്റാതെ വഴിയില്ലെന്നുമായിരുന്നു റിപ്പോർട്ട്. എന്നാൽ പിന്നീട് പുറത്തുവന്ന ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പഴയ കൊടിമരത്തിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമായി. പെയിന്റ് അടിച്ച് വികൃതമാക്കിയതല്ലാതെ കൊടിമരത്തിന്റെ ഘടനയ്ക്ക് തകരാറില്ലായിരുന്നു. എന്നാൽ ആചാരപരമായ കാരണങ്ങൾ നിരത്തിയും കള്ള റിപ്പോർട്ടുകൾ നൽകിയും പുതിയ കൊടിമരം വേണമെന്ന ആവശ്യത്തിൽ ഇവർ ഉറച്ചു നിന്നു. 2017 പുതിയ സുവർണ്ണ കൊടിമരം സ്ഥാപിച്ചപ്പോൾ നടന്ന സ്വർണ്ണ വിനിയോഗത്തിലാണ് ഏറ്റവും വലിയ അഴിമതി നടന്നതായി ആരോപിക്കപ്പെടുന്നത്. പുതിയ കൊടിമരം പണിയുന്നതിനായി ഭക്തരിൽ നിന്നും വിവിധ സ്രോതസ്സുകളിൽ നിന്നുമായി 9573 ഗ്രാം സ്വർണം ലഭ്യമായിരുന്നു. എന്നാൽ ഔദ്യോഗിക രേഖകളിൽ കാണിച്ചിരിക്കുന്നത് വെറും 9340 ഗ്രാം സ്വർണം മാത്രം ഉപയോഗിച്ചാണെന്നാണ്. ബാക്കി വന്ന 233 ഗ്രാം സ്വർണം എവിടെ പോയി എന്നതിന് മറുപടി നൽകാൻ ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല. രേഖകൾ പ്രകാരം സ്വർണത്തിന്റെ തൂക്കത്തിൽ മാത്രമല്ല അതിന്റെ ഗുണനിലവാരത്തിലും വലിയ തിരിമറികൾ നടന്നിട്ടുണ്ട്. ചെന്നൈയിലെ കുമരൻ സിൽക്സ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ അഴിമതി ആരോപണങ്ങൾ നീളുന്നത്. ശബരിമലയിലെ ലെയ്സൺ ഓഫീസറായിരുന്ന പി ബാലന്റെ ഇടപെടലുകൾ ഇതിൽ നിർണായകമായിരുന്നു. വെറും 1 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ എങ്ങനെയാണ് ഇത്രയും വലിയ ഇടപാടുകളിൽ നിയന്ത്രണം ഏറ്റെടുത്തതെന്ന് അന്വേഷിക്കേണ്ട വിഷയമാണ്. ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥർക്കെതിരെ പലപ്പോഴും ദേവസ്വം ബോർഡ് നടപടി എടുത്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സതീഷ് കുമാറിനെതിരെ ബോർഡ് നടപടി സ്വീകരിച്ചു. എന്നാൽ ഈ അഴിമതി കഥയിലെ കേന്ദ്ര ബിന്ദുവായ ഐമനം രാജനെ സംരക്ഷിക്കാൻ അദൃശ്യമായ പല കൈകളും പ്രവർത്തിച്ചു. ഏറ്റുമാനൂർ സ്വർണ്ണക്കൊടിമര കേസിലും ഇതേ ഉദ്യോഗസ്ഥനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒരിക്കൽ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യപ്പെട്ട രാജൻ പിന്നീട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സഹായത്തോടെ അപ്പീൽ നൽകുകയും തുടരന്വേഷണത്തിന്റെ മറവിൽ സർവീസിൽ തിരിച്ചു കയറുകയും ചെയ്തു. ഒരു ജീവനക്കാരനല്ലാത്ത ഒരാൾക്കെതിരെ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് തുടരന്വേഷണം നടത്തി സർവീസിൽ തിരിച്ചെടുക്കുക എന്ന നിയമപ്രശ്നം പോലും അന്ന് അവഗണിക്കപ്പെട്ടു. ഒടുവിൽ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഇയാൾ വിരമിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഈ ഒത്തുകളി ശബരിമലയിൽ നടന്ന അഴിമതിക്ക് ഭരണകൂടത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന സംശയത്തിന് ബലം നൽകുന്നു. 2011 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിൽ കേരളം ഭരിച്ച വിവിധ സർക്കാരുകളുടെ കാലത്തും ഈ ഗൂഢാലോചന തടസ്സമില്ലാതെ മുന്നോട്ട് പോയി എന്നത് അത്ഭുതകരമാണ്. രാജഗോപാലൻ നായർ ഇന്നും ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമാണ്. അദ്ദേഹത്തെയും ഐമനം രാജനെയും കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ സ്വർണ്ണ കവർച്ചയുടെ പൂർണ്ണ രൂപം പുറത്തു വരികയുള്ളൂ. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണം നേരിടുന്ന സുധീഷ് കുമാർ, മുരാരി ബാബു തുടങ്ങിയവരും ഈ സംഘവുമായി അടുത്ത ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ശബരിമലയിലെ സമ്പത്ത് കൊള്ളയടിക്കാൻ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരു ക്രിമിനൽ മാഫിയയുടെ പ്രവർത്തനമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശബരിമലയിലെ കൊടിമരം ഭക്തർക്ക് കേവലം ഒരു സ്വർണ്ണത്തൂണല്ല, മറിച്ച് അവരുടെ വിശ്വാസത്തിന്റെ അടയാളമാണ്. അതിൽ പെയിന്റ് അടിച്ചും അത് കേടാണെന്ന് കള്ളം പറഞ്ഞും പുതിയത് നിർമ്മിച്ച് സ്വർണം മോഷ്ടിച്ചും നടത്തിയ ഈ പ്രവൃത്തി ദൈവനിന്ദയാണ്. പ്രത്യേക അന്വേഷണ സംഘങ്ങൾ പലപ്പോഴും ഈ റിപ്പോർട്ടുകൾ പരിശോധിക്കാതെ വിട്ടുകളയുന്നത് എന്തുകൊണ്ടാണെന്നും വ്യക്തമല്ല. പുറത്തു വന്നിട്ടുള്ള രേഖകൾ പ്രകാരം കൃത്യമായ അളവിൽ സ്വർണം ബോർഡിന് ലഭിച്ചിട്ടും അത് റെക്കോർഡുകളിൽ ഇല്ലാത്തത് ക്രിമിനൽ കുറ്റമാണ്. 2011 തുടങ്ങിയ ആസൂത്രണം 2017 നടപ്പിലാക്കി. ഇന്നും അതിന്റെ ഗുണഭോക്താക്കൾ പുറത്തു നടക്കുകയാണ്. ഈ കേസിൽ സമഗ്രമായ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ അയ്യപ്പന്റെ കാണിക്കപ്പണത്തിൽ കൈയിട്ടുവാരി യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.